നമസ്കാരം. തെലങ്കാന രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന സൂചനകൾ നൽകി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദ നീക്കങ്ങൾ. ഹൈദരാബാദിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് രേവന്ത് റെഡ്ഡിയെ ബിജെപി ക്യാമ്പിലേക്ക് നർമ്മരൂപേണ ക്ഷണിച്ച മോദിയുടെ വാക്കുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുന്നതാണ് നല്ലത് എന്ന മോദിയുടെ പരാമർശം കേവലം ഒരു തമാശയല്ലെന്നും ദക്ഷിണേന്ത്യയിൽ ചുവടുറപ്പിക്കാൻ ബിജെപി ലക്ഷ്യമിടുന്നത് രേവന്തിനെയാണെന്നും സൂചനയുണ്ട്. രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹം മോദിക്കൊപ്പം പോകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നു. RSSന്റെ വിദ്യാർത്ഥി സംഘടനയായ ABVP-യിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച രേവന്തിന് സംഘപരിവാർ ആശയങ്ങളുമായി പഴയ ബന്ധമുണ്ട്. പിന്നീട് തെലുങ്കുദേശം പാർട്ടിയിലൂടെ വളർന്ന അദ്ദേഹം BJP ക്യാമ്പുകളിൽ നിന്നാണ് കോൺഗ്രസിലെത്തിയത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഗുജറാത്ത് മോഡലിനെ പ്രസംഗത്തിൽ വാഴ്ത്തുന്ന രേവന്തിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ $3 ട്രില്യൺ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് തെലങ്കാന 10% സംഭാവന നൽകുമെന്ന് രേവന്ത് ഉറപ്പ് നൽകിയത് മോദിയുമായുള്ള സഹകരണം ആഴത്തിലുള്ളതാണെന്നും വ്യക്തമാക്കുന്നു. മുൻ UPA സർക്കാർ ഗുജറാത്തിന് നൽകിയതിനേക്കാൾ കൂടുതൽ സഹായം തെലങ്കാനയ്ക്ക് മോദി വാഗ്ദാനം ചെയ്തതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തില്ലെന്ന് പറയുമ്പോഴും മോദിയും രേവന്തും തമ്മിലുള്ള കെമിസ്ട്രി തെലങ്കാനയിലെ കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. തെലങ്കാനയിൽ BRSന്റെ തകർച്ചയ്ക്ക് ശേഷം BJPയും കോൺഗ്രസും തമ്മിലാണ് പ്രധാന പോരാട്ടം. എന്നാൽ രേവന്തിനെ പോലെ കർത്തനായ ഒരു നേതാവിനെ തങ്ങളുടെ പക്ഷത്തെത്തിക്കാൻ കഴിഞ്ഞാൽ തെലങ്കാന പിടിക്കാമെന്ന് BJP കണക്കുകൂട്ടുന്നു. മോദിക്ക് രേവന്തിനെ വേണം എന്നത് പരസ്യമായ രഹസ്യമാണ്. രേവന്തിന്റെ ഭരണശൈലിയും ആൾക്കൂട്ടത്തെ ആകർഷിക്കാനുള്ള കഴിവും BJPക്ക് ദക്ഷിണേന്ത്യയിൽ വലിയ മുതൽക്കൂട്ടാകും. ഗുജറാത്ത് മോഡൽ വികസനം പോലെ തെലങ്കാന മോഡൽ നടപ്പിലാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് രേവന്ത് റെഡ്ഡി പരസ്യമായി പറയുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നൽകുന്ന മുന്നറിയിപ്പായി കരുതുന്നവരുണ്ട്. ഹൈക്കമാൻഡുമായി അത്ര നല്ല ബന്ധത്തിലല്ലാത്ത രേവന്ത് ഭാവിയിൽ തനിക്ക് നേരെ പാർട്ടിയിൽ നിന്ന് നീക്കങ്ങൾ ഉണ്ടായാൽ BJP എന്ന സുരക്ഷിത താവളം ലക്ഷ്യമിടുന്നുണ്ടോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP തെലങ്കാനയിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ രേവന്തിനെ പോലൊരു മാസ് നേതാവ് കൂടെ എത്തിയാൽ ഭരണം പിടിക്കുക എളുപ്പമാണെന്ന് മോദിയും അമിത്ഷായും കരുതുന്നു. മോദിയുടെ ഓഫറിനോട് ചിരിയോടെ പ്രതികരിച്ച രേവന്ത് റെഡ്ഡി തന്റെ നിലപാടിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP പയറ്റുന്ന ഓപ്പറേഷൻ താമര തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയിലൂടെ നടപ്പിലാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. രേവന്തിന്റെ പ്രസംഗത്തിലുടനീളം പ്രധാനമന്ത്രിയോടുള്ള ബഹുമാനവും വികസന കാര്യങ്ങളിലെ ഒത്തുതീർപ്പ് മനോഭാവവും പ്രകടമായിരുന്നു. ഇത് കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഗുജറാത്തിനെ പിന്തുണച്ചതുപോലെ തെലങ്കാനയും പിന്തുണയ്ക്കണമെന്നും രേവന്ത് ആവശ്യപ്പെട്ടപ്പോൾ മൻമോഹൻ സിംഗ് നൽകിയതിനേക്കാൾ വലിയ തുക താൻ നൽകാമെന്നാണ് മോദി മറുപടി നൽകിയത്. ഈ കൊടുക്കൽ വാങ്ങലുകൾ രാഷ്ട്രീയമായ ഒരു ധാരണയുടെ തുടക്കമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. തെലങ്കാനയിൽ BJPക്ക് ഭരണത്തിലെത്താൻ രേവന്തിനെ പോലൊരു കരുത്തൻ അനിവാര്യമാണ്. നിലവിൽ BJPക്കുള്ള നേതൃത്വ പ്രതിസന്ധി പരിഹരിക്കാൻ രേവന്തിന്റെ വരവ് സഹായിക്കുമെന്നും കേന്ദ്ര നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്.